കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 23 ശ്ലോകം 31 നമ്മൾ ചെയ്തു. ഭഗവാന്റെ വാക്കുകൾ തുടങ്ങുകയാണ് അല്ലേ. ശ്രീ ഭഗവാൻ വാച എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ അവന്തിദേശത്തെ ഈ ബ്രാഹ്മണൻ പൂർണ്ണ വൈരാഗ്യം വന്നിട്ട് പിന്നെ ആ ബ്രാഹ്മണൻ തൻ്റെ അഹങ്കാരഗ്രന്ഥികളൊക്കെ ഭേദിക്കപ്പെട്ടവനായിട്ട് വളരെ ശാന്തനായിട്ട് സർവസംഘപരിത്യാഗിയായിട്ടുള്ള ഒരു സന്യാസിയും മൗനം പാലിക്കുന്ന ഒരു മുനിയും ആയി തീർന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 32 വായിക്കാം. സ ചചാര മഹീമേതം സംയതാത്മേന്ദ്രിയാനില ഭിക്ഷാർത്ഥം നഗരഗ്രാമാൻ അസംഗഃ അലക്ഷിതഃ എന്നൊക്കെയാണ് കേട്ടോ. ഒന്നിച്ച് വായിക്കുന്നതാണ് ഞാൻ. നഗരഗ്രാമാൻ അസംഗോലക്ഷിതോവിശത്. അപ്പോൾ അവിടെയൊക്കെ ആ ആണ് വരണത്. അപ്പോൾ നമുക്ക് നോക്കാം 32ൻ്റെ അർത്ഥം. സഹ അവർ സംയതാത്മാന്ദ്രിയാനിലഹ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എന്തിനെ അനിലം ച ശ്വാസം അല്ലേ. സംയതം ച സംയമനം അടക്കുക. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അനില വായുവിനെയും ശ്വാസത്തിനെയും അടക്കിയിട്ട് അസംഗഃ ഒന്നിലും സംഘമില്ലാതെ അല്ലെങ്കിൽ ഒന്നിലും രാഗമില്ലാതെ, അതാണല്ലോ വൈരാഗ്യം. അലക്ഷിത താൻ യാതൊരു ദേഹാഭിമാനവും ഇല്ലാതെ ഞാൻ ആരാണെന്ന് പോലും ഇതില്ലാതെ, അതായത് അത്രയ്ക്ക് പോലും ദേഹാഭിമാനം ഇല്ലാതെ ഭിക്ഷാർത്ഥം ഭിക്ഷയ്ക്കായിക്കൊണ്ട് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവിശത്ത് പ്രവേശിച്ചു. എന്താണ് പിന്നെ ഈ ഭിക്ഷു ചെയ്തതെന്നാണ് ഭഗവാൻ പറയണേ. അയാൾ ശാന്തമായിട്ട് മൗനവലംബിച്ച് ഭിക്ഷുവായി പറഞ്ഞല്ലോ. ഇനി അയാൾ ദേഹാഭിമാനം മുഴുവൻ നശിച്ചവനായിട്ട് ഭിക്ഷയ്ക്കായിക്കൊണ്ട് ഒന്നിലും സംഘമില്ലാതെ എന്തു ചെയ്തു? ഈ ഭൂമി മുഴുവൻ ഭിക്ഷയാചിച്ച് ചുറ്റി നടന്നു. നഗരങ്ങളും ഗ്രാമങ്ങളും എന്ന് വേണ്ട കണ്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയത്തിനെയും ശ്വാസത്തിനെയും അടക്കി ഒന്നിലും രാഗമില്ലാതെ അല്ലെങ്കിൽ സംഘമില്ലാതെ എല്ലാ ദിക്കിലും ചുറ്റി നടന്നു. പ്രവേശിച്ചു മീൻസ് എല്ലാ ദിക്കിലും ചുറ്റി നടന്നു. വേറൊന്നുമില്ല, അതായത് ദേഹം വീണവരെ അതിന് ജീവിക്കാൻ തന്നെ അദ്ദേഹത്തിന് ഉദ്ദേശമുള്ളൂ. കാരണം അത്രയ്ക്ക് വൈരാഗ്യം വന്നു. പിന്നെ ആത്മസാക്ഷാത്കാരം മാത്രമേ മോഹമുള്ളൂ പറഞ്ഞുല്ലോ. സചാര മഹീമേതം സംയതാത്മേന്ദ്രിയാനില ഭിക്ഷാർത്ഥം നഗരഗ്രാമാൻ അസംഗോലക്ഷിതോവിശത് തം വൈ പ്രവയസം ഭിക്ഷൂമവധൂതമസജ്ജനാഃ ദൃഷ്ട്വാ പര്യഭവൻ ഭദ്രാ ബഹ്വീഭിഃ പരിഭൂതിഭിഃ. അപ്പോൾ 33 ഭദ്ര ഹേ ഉദ്ധവ, മംഗളകാരിയായിട്ടുള്ള ഉദ്ധവ. പ്രവയസം മീൻസ് എന്താ? നല്ല വയസ്സു ചെന്നവനും അവധൂതനുമായ ഒരവധൂതനെ പോലെയുള്ളൂ. തം ഭിക്ഷും ആ ഭിക്ഷുവിനെ ദൃഷ്ട്വാ വൈ കണ്ട ഉടൻ തന്നെ അസജ്ജന മീൻസ് സജ്ജനങ്ങളല്ലാത്തവർ, ദുഷ്ടന്മാരെന്നോ സജ്ജനങ്ങളല്ലാത്തവർ, ബഹ്വീഭിഹി പരിഭൂതിഭിഹി പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ചീത്തവാക്കുകളും കളിയാക്കലും ഒക്കെ ആയിട്ട് പര്യഭവൻ അപമാനിച്ചു ഇയാളെ. ഈ ഭിക്ഷുവിനെ കണ്ടിട്ട് അവധൂതനെ പോലെ നടക്കണ ഭിക്ഷുവാണ് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ അവധൂതനായിട്ട് നടക്കുന്ന ഹേ ഉദ്ധവ, ഇങ്ങനെ അവധൂതനായിട്ട് നടക്കണ ആ ഭിക്ഷുവിനെ സജ്ജനങ്ങളല്ലാത്തവർ, അതായത് ദുഷ്ടന്മാരെന്ന് വേണമെങ്കിൽ പറയാം, ദുഷ്ടന്മാർ പലതരത്തിൽ അയാളെ അവമാനിച്ചു എന്ന് പറയുകയാണ്. കാരണം ഒന്നും ഇങ്ങോട്ട് പറയില്ലേ. അപ്പം മന്ദബുദ്ധികളായിട്ടുള്ള, അതായത് അജ്ഞാനികളെന്നർത്ഥം. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ വയസ്സ് ചെന്നിട്ടുള്ള ഈ വയസ്സായിരുന്നല്ലോ അപ്പോൾ
വയസ്സായിട്ടുള്ള ഈ അവധൂതനെ അജ്ഞാനികളായിട്ടുള്ള കുറേ സജ്ജനങ്ങളല്ലാത്ത കുറേ അജ്ഞാനികൾ അങ്ങനെയുള്ളവർക്കല്ലേ ചെയ്യാൻ പല തരത്തിലും ഉപദ്രവിച്ചു. എങ്ങനെയൊക്കെ ഉപദ്രവിച്ചതെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ. തം വൈ പ്രവയസം ഭിക്ഷും അവധൂതം അസജ്ജനാഹ, സജ്ജനങ്ങളല്ലാത്തവരെ, അതായത് മന്ദബുദ്ധികളെന്നൊക്കെ പറയാം നമുക്ക്, അജ്ഞാനികളൊക്കെ ദൃഷ്ട അത് അവധൂതാണെന്ന് മനസ്സിലാക്കാണ്ടേ പര്യഭവൻ ഭദ്ര ബഹ്വീഭി പരിഭൂതിഭി, പല വിധത്തിൽ അയാളെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഇനി എന്തൊക്കെ ഉപദ്രവിച്ചെന്നാണ് പറഞ്ഞ അടുത്ത 7 ശ്ലോകത്തിൽ കേട്ടോ. കേചിത് ത്രിവേണും ജഗൃഹുരേകേ പാത്രം കമണ്ഡലും പീഠം ചൈകേക്ഷസൂത്രം ച കന്ധാം ചീരാണി കേചന. പാവം ഭയങ്കര പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. 34, 35, 36 ഒന്നിച്ച് ചെയ്യാം കേട്ടോ. 34 വായിച്ചു പോകും, 35 അതൊക്കെ ഉപദ്രവിക്കണതാണ്. പ്രദായ ച പുനഃസ്ഥാനി ദർശിതാന്യാദ ദുർമുനേഹേ അന്നം ച ഭൈക്ഷ്യ സമ്പന്നം ഭുഞ്ജാനസ്യ സരിത്തളേ മൂത്രയന്തി ച പാപിഷ്ഠാഃ ഷ്ഠീവന്ത്യസ്യ ച മൂർധനി യതവാചം വാചയന്തി താടയന്തി ന വക്തി ചേത്. എന്തൊക്കെ ഈ 3 ശ്ലോകത്തിൽ പറയണറിയോ? കേജിത്, ചില ആൾക്കാർ, മുനേഹേ, ഈ മൗനിയായിട്ടുള്ള ഈ അവധൂതൻ്റെ ത്രിവേണും ത്രിദണ്ഡത്തിനെ, അതായത് ഒരു മുളണ്ട കയ്യിലെ അതിനെ ജഗൃഹു കയ്യിൽ നിന്ന് വലിച്ചെടുത്തു. ഇദ്ദേഹത്തിനൊരു വടിയുണ്ട്, വയസ്സ് കഴിഞ്ഞല്ലോ. ആ വടി, പിന്നെ സന്യാസി ആയിരുന്നു, അപ്പോൾ വടി ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ദണ്ടുണ്ടല്ലോ, ആ ദണ്ട് അപഹരിച്ചു. ഏകെ, വേറെ ചില ആൾക്കാർ പാത്രം, കയ്യിലൊരു ഭിക്ഷാപാത്രം, അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, ഈ വടി ഭിക്ഷാപാത്രമേ ഉള്ളൂ, അതിനെയും കമണ്ഡലും, വെള്ളം കൊണ്ടുപോണ കമണ്ഡലുവിനെയും, ഏകെ, വേറെ ചിലർ പീഠം, അയാളിരിക്കുന്ന എന്തെങ്കിലും ഇരിക്കണ വെച്ചാൽ അതിനെയും, അക്ഷസൂത്രം, ജപമാലയെയും, കേചന, വേറെ ചിലർ കന്ധാം, അതായത് ആ ഒരു വസ്ത്രം ഉണക്കാടുമ്പോൾ ഇടാനുള്ള വേറൊരു വസ്ത്രം ഉണ്ടല്ലോ അതിനെയും, ചീരാണീച്ച, അതായത് ഇതിനെപ്പറ്റി ചീരാണി പറഞ്ഞു വെച്ചാൽ ഈ എന്താ പറയുക, പിന്നെ അതായത് കയ്യിൽ പിടിക്കണ പിന്നെ മര ഉരിക, എന്താ വെച്ചാൽ മരം കൊണ്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ട്, അതിനെയും ഒക്കെ വീണ്ടും താനി അവകളെ പ്രദായാച്ച, പിന്നെയും കൊടുക്കും, എടുക്കുക കയ്യിൽ നിന്ന്, കളിപ്പിക്കുകയാണ്, അതൊക്കെ കയ്യിൽ നിന്ന് മേടിക്കും, പിന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ നൽകി വീണ്ടും ദർശിതാനി, അത് തന്നെ അല്ല, എന്നിട്ട് അത് മേടിക്കും, എന്നിട്ടിങ്ങനെ നീ എന്നെ എടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും, എന്നിട്ട് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ ആദതു, എന്നിട്ട് തല്ല്യ എന്ന് പറഞ്ഞ് എടുക്കും ഇങ്ങടനെ, എടുത്തോളൂ എന്ന് പറഞ്ഞ് അയാൾ ഈ ഭിക്ഷു കൈ നീട്ടുമ്പോൾ തല്ല്യ പറഞ്ഞ് ഇങ്ങോട്ട് എടുക്കും. അതുമാത്രമല്ല, സരിത്തടെ, നദീതീരത്തിലിരുന്നിട്ട്, അതായത് പിന്നെ ഏതെങ്കിലും പുഴയുടെ തീരത്തിരുന്നിട്ട് ഭൈക്ഷ്യസമ്പന്നം അന്നം, പാവം എവിടെയെങ്കിലും ഭിക്ഷ അയച്ച് കിട്ടിയിട്ടുള്ള ഭക്ഷണം, അസ്യ അവർ ഭുഞ്ചാനസ്യ, ഉണ്ണുമ്പോൾ, അയാൾ എവിടെന്നെങ്കിലും ഭിക്ഷ കിട്ടിയിട്ട് ആ ഭിക്ഷു ഉണ്ണണ സമയത്ത് പിന്നെ പാപിഷ്ഠ, ഈ ദുഷ്ടന്മാർ മൂത്രയന്തീച്ച, അതിലേക്ക് മൂത്രം വീത്തും, പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. മൂർധനി, തലയിൽ ക്ഷീവന്തി, തുപ്പും, യഥവാചം, എന്നിട്ട് അവർ ഇപ്പം മൗനിയാണല്ലോ, ഒന്നും തിരിച്ചു പറയില്ല, മിണ്ടാത്ത യഥവാചം, മിണ്ടാത്ത അയാളെ വാചയന്തി, സംസാരിക്കുമാറ് ചെയ്തു, എന്ന ഭക്തി ചെയ്ത്, സംസാരിക്കാത്ത പക്ഷം താടയന്തി, ഹിംസിച്ചു. എന്തെങ്കിലും പറയാ നീയേ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് എന്താ ഒന്നും പറയാത്ത, പറയേന്ന് പറഞ്ഞ് അടിച്ചു. അതായത് വളരെ ദുഷ്പ്രവൃത്തികളാണ് അവർ ചെയ്യണത്. കാരണം തിരിച്ചിങ്ങോട്ടൊന്നും പറയൂല്ല, ഉപദ്രവിക്കൂല്ല എന്ന് കാണുമ്പോൾ കഷ്ടമല്ലേ. എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നാണ് ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. ചിലർ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ദണ്ട് പിടിച്ചു വാങ്ങി, ചിലർ കമണ്ടലു എടുത്തു കയ്യിൽ നിന്ന്, ആകെ വെള്ളം കുടിക്കാതെ പാത്രം. വേറെ ചിലർ ഇരിക്കണ ആസനം എടുത്തു, ചിലർ പൂണൂല് എടുത്തു. പിന്നെയോ ചിലർ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത വസ്ത്രം തന്നെ അഴിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ വേറൊരു വസ്ത്രം കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുകയോ ചെയ്തു. പിന്നെയോ ഭിക്ഷ യാചിച്ച് കിട്ടിയിട്ടുള്ള
പിന്നെ പിന്നെ ഭക്ഷണം നദീതീരത്തിരുന്ന് കഴിക്കണ സമയത്ത് അതിൽ മൂത്രം വീത്ത അതിലേക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ കിട്ടണ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കിട്ടുള്ളൂ. അതിൽ മൂത്രം ഒഴിക്കുക, തലയിൽ കാർക്കിച്ച് തുപ്പുക. അങ്ങനെ ഈ മൗനം അനുഷ്ഠിക്കുന്ന ഈ ഭിക്ഷുവിനെ സംസാരിപ്പിക്കാൻ നോക്കുകയാണ് അവർ. അപ്പോൾ കൂട്ടാക്കിലെ മൗനാണല്ലോ, സംസാരിക്കാണ്ടിരുന്നു. അപ്പോൾ വാക്കിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ അടക്കിയ ആളാണ്. അപ്പോൾ എന്ത് ചെയ്താലും സംസാരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് വിഷമമില്ല. അതിനെ അടക്കിയിരിക്കണു അദ്ദേഹം. അപ്പോൾ സംയമനമുണ്ട്. അപ്പോൾ സംസാരിക്കാതിരുന്നപ്പോൾ എന്താ നീയൊന്നും സംസാരിക്കാത്ത പറഞ്ഞിട്ട് അടിച്ചു. അതൊക്കെയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇങ്ങനത്തെ അത് ഉപദ്രവിച്ചു എന്ന് മനസ്സിലാക്കാം നമുക്ക് അതികഠിനായിട്ട്. 34, 35, 36 വായിച്ച് 37 പോവാം. കേജിത്രിവേണും ജഹുരേഖേ പാത്രം കമണ്ഡലും പീഠം ചൈകേക്ഷസൂത്രം ച കന്ധാം ചീരാണി കേചന പ്രദായ ച പുനസ്താനി. കന്ധം ച ഇതാ തോന്നുന്നു കേട്ടോ, എന്താ പറയുക, പൂണൂലേ. പിന്നെ അങ്ങനെ തെളിച്ച് പറഞ്ഞിട്ടില്ലേ, പക്ഷെ ചിലതിൽ പൂണൂലെന്നൊക്കെ കാണാനുണ്ട്. പ്രദായ ച പുനസ്താനി ദർശിതാന്യാദുർമുനേഹേ. കന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ. കന്ധം തന്നെ പറഞ്ഞിട്ടുള്ളൂ, പൂണൂലാണോ എന്ന്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ കയ്യിൽ പൂണൂല കാണാണ്ട്. പ്രദായ ച പുനസ്താനി ദർശിതാന്യാദുർമുനേഹേ അന്നം ച ഭൈക്ഷ്യ സമ്പന്നം ഭുഞ്ജാനസ്യ സരിത്തടേ മൂത്രയന്തി ച പാഭിഷ്ഠാഹ ഷ്ഠീവന്ത്യസ്യ ച മൂർധനി. പാവം തലയിൽ കാർക്കിച്ച് തുപ്പുക. യഥാ വാചം, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ വാചയന്തി മിണ്ടിപ്പിക്കാൻ നോക്കുകയാണ്. താടയന്തി നവക്തി ചെയ്ത് മിണ്ടാത്തോണ്ട് അടിക്കുക. അങ്ങനെ പല കാര്യങ്ങളെ, അതായത് ഇദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പിടിച്ച് പറിച്ചു പൂണൂലടക്കം. എന്നിട്ട് അത് കൊടുക്കുക എന്ന് പറഞ്ഞ് കാണിക്കും, കൊടുക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയൊക്കെ ഭക്ഷണം യാചിച്ച് കിട്ടിയ ഭക്ഷണത്തിൽ മൂത്രമൊഴിക്കുകയും തലയിൽ തുപ്പുകയും ചെയ്തിട്ടും ഇദ്ദേഹം ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ട് പ്രതികരിക്കാത്തതിനടിക്കുക. എന്തൊരു കഷ്ടമല്ലേ. ഇനി 37. തർജയന്ത്യപരേ വാഗ്ഭിസ്തേനോയമിതി വാദിന ബധ്നന്തി രജ്വാ തം കേചിത് ബധ്യതാമിതി. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ദുഷ്ടന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് എന്ന് ഭാഗവതത്തിലെ പൂതനാമോക്ഷത്തിലും പിന്നെ അഘാസുരത്തിലൊക്കെ ഭഗവാൻ അത് പറയുന്നുണ്ട്. വ്യാസഭഗവാൻ പറയുന്നുണ്ട്, ദുഷ്ടന്മാർക്ക് ചെയ്യരുതാത്തതായിട്ട് എന്താ ഉള്ളത്. മനസ്സ് ദുഷ്ടാണെങ്കിൽ നമുക്കൊന്നും സാധാരണക്കാർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ദുഷ്ടപ്രവൃത്തികളും അവർ ചെയ്യും. വാസന കൊണ്ടേ, അതായത് തമോ ഗുണവും രജോ ഗുണപ്രധാനികൾ എന്തും ചെയ്യും. അസുരന്മാരെ പോലെ അസുര സ്വഭാവമുള്ളവരെ അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളതെന്നാണ്. ഇനി 37 അർത്ഥം നോക്കാം. അവരെ വേറെ ചിലരെന്താ ചെയ്ത്, അയം സ്തേനഹ, ഇവൻ കള്ളൻ എന്ന് പറയുക. ഇതിവാദിനഹ എന്ന്, ഇവൻ കള്ളനാണെന്ന് വിളിച്ച് പറഞ്ഞിട്ട് വാഗ്ഭി തർജയന്തി, വാക്കുകൊണ്ട് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, അത്ര കള്ളനാണ് പറഞ്ഞ് അധിക്ഷേപിച്ചു. കേജിത് വേറെ ചിലരെ ബധ്യതാം ഇവനെ പിടിച്ച് കെട്ടുക ഇവനെ കെട്ടുക പറയാണ്. ഇതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രജ്വ കയറെടുത്ത് ബധ്നന്തി കെട്ടി. ഇന്നത് ചെയ്യാന്നില്ല, തിരിച്ചൊന്നും പ്രതികരിക്കാത്തോണ്ടേ ചില ആൾക്കാർ അത് കള്ളനാണെന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ളവരെയൊക്കെ പേടിപ്പിക്കുക. പാവം കള്ളനൊന്നും അല്ലല്ലോ. വേറെ ചിലർ പിന്നെ ഇവനെ കെട്ടിടുക, കള്ളനാണ് ഇവനെ കെട്ടുക പറഞ്ഞ് വേറെ ചിലരെ ആക്ച്വലി കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടിട്ടു, ബന്ധനസ്ഥനാക്കി. തർജയന്ത്യപരേ വാഗ്ഭി സ്തേനോയമിതി വാദിനഃ ബധ്നന്തി രജ്വാ തം കേചിത് ബധ്യതാമിതി ക്ഷിപന്ത്യേകേവ ജാനന്ത ഏഷ ധർമ്മധ്വജഃ ക്ഷീണവിത്ത ഇമാം വൃത്തിം അഗ്രഹീത് സ്വജനോച്ഛിതഃ. 38. ഏഷ ഇയാള് ധർമ്മധ്വജ, ധർമ്മം ചെയ്യുന്നവൻ പോലെ വെളിയിൽ തന്നെ, അതായത് പുറത്തേക്ക് ധർമ്മിഷ്ഠൻ എന്ന പോലെ, ഷാഹ അകത്ത് കാപട്യമുള്ളവൻ, അങ്ങനെയൊക്കെ പറയുക അവർ. ഒന്നും മിണ്ടാണ്ടൊക്കെ ഇരുന്ന് നല്ല ധർമ്മിഷ്ഠനാന്ന് കാണിക്കുകയാണ്, അകത്ത് മുഴുവൻ കള്ളത്തരാണ്. സ്വജനോത്സിജ, അതുകൊണ്ടാണ് തൻ്റെ ബന്ധുക്കളാൽ ഇവൻ ഉപേക്ഷിക്കപ്പെട്ടത്. അവർ പറയുക ഇമാം വൃത്തിയും, ഈ ഉപജീവനമാർഗം അഗ്രഹീത്, എന്നിട്ടാണ് ഈ ഭിക്ഷ തെണ്ടി ജീവിക്കണത്. അവജാനന്ത എന്ന് പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് ഏകെ മറ്റു ചിലർ ക്ഷിബന്തി നിന്ദിച്ചു. വേറെ ചിലർ എന്തു പറഞ്ഞു,
പിന്നെ ഇയാള് ശരിക്കും നല്ല ചതിയനാണ്. ഇപ്പം നല്ല ധർമ്മിഷ്ഠനാണ്. ഒരു ഭിക്ഷുവായിട്ടൊക്കെ വേഷം കെട്ടിയെടുക്കുകയാണ്. വലിയൊരു സന്യാസിയുടെ വേഷമൊക്കെ കെട്ടി അവധൂതനെ പോലെ മൗനം അവലംബിച്ച് നടക്കണ ഇയാളുണ്ടല്ലോ, മഹാകള്ളനാണ്. അതുകൊണ്ടാണ് ബന്ധുക്കളൊക്കെ ഇവനെ ഉപേക്ഷിച്ചത്. വെറും കള്ളനായതുകൊണ്ടാണ് ഉപേക്ഷിച്ച ബന്ധുക്കളൊക്കെ. ഇവൻ പിന്നെ കപട സന്യാസിയാണ്. ഇവനെ ഇവൻ എന്നിട്ടിപ്പോൾ ഇതാ ഭിക്ഷ തണ്ടി ഉപജീവനമാർഗം സ്വീകരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം തരത്തിൽ അധിക്ഷേപ വാക്കുകൾ പറയാം, അതൊക്കെ പറഞ്ഞ് അവമാനിച്ചു. ക്ഷിപന്ത്യേകേവജാനന്ദ. ഓൾറെഡി വൈരാഗ്യം വന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇതും കൂടി പറഞ്ഞാൽ ഇനി വൈരാഗ്യത്തിന് അഥവാ പൂർണ്ണമായിട്ടില്ല വെച്ചാൽ അത് പൂർണ്ണമാവും. ക്ഷിപന്ത്യേകേവജാനന്ദ ഏഷ ധർമ്മധ്വജഷഠ ക്ഷീണവിത്ത ഇമാം വൃത്തിം അഗ്രഹീൽ സ്വജനോചിത. എന്താ ഒരു ഗുണം ഈ ഭിക്ഷുവിനെ വെച്ചാൽ, ഞാൻ എൻ്റെ പ്രാരബ്ധകർമ്മം അനുഭവിക്കുകയാണ്, അത് അനുഭവിച്ച് തീരട്ടെ. എനിക്ക് ഭഗവാൻ എന്നിൽ പ്രീതി കാണിച്ചിരിക്കുന്നു, എനിക്കിങ്ങനെ വൈരാഗ്യം തന്നൂലോ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഇനി അയാൾക്കൊരു ദുഃഖം ഉണ്ടാവില്ല ഇങ്ങനെ ഇവർ ചെയ്തോണ്ടേ, അത് അവർക്കറിയില്ല. ഇനി 39ഉം 40ഉം നമുക്കൊന്നിച്ച് ചെയ്യാം. അഹോയേഷ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധയത്യർത്ഥം ഭഗവദ് ദൃഢനിശ്ചയഃ. 40. ഇത്യേകേ വിഹസന്ത്യേന മേഘേ ദുർവാതയന്തി ച തം ബബന്ധുർ നിരുരുധുർ യഥാ ക്രീഡനകം ദ്വിജം. അതിനൊന്നിച്ച് നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. അഹോ എന്ന് പറഞ്ഞാൽ ഒരു ആശ്ചര്യം കാണിക്കുകയാണ്. ഏഷ ഇവൻ മഹാസാരഹ, നല്ല ശക്തി ഉണ്ട് ഇയാൾക്ക്, അതായത് നല്ല ബലമുള്ള ആളാണ്. ഗിരിരാട്ടിവ, അതായത് പർവ്വതം പോലെ. ധൃതിമാൻ, നല്ല ധൈര്യമുണ്ട്, മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ദൃഢനിശ്ചയ, നല്ല ദൃഢനിശ്ചയം ഉള്ള ആളാണ്. ഭഗവത്, ഭഗനെ പോലെ. അർത്ഥം സ്വന്തം കാര്യത്തിന് മൗനിയായി. അതായത് ഈ ഭഗൻ ഈ സ്റ്റോർക്കൊക്കെ എന്താ കൊക്കൊക്കെ അങ്ങനല്ലേ മിണ്ടാതിരുന്ന് മത്സ്യം പിടിക്കുമല്ലോ, അതുപോലെ ഭഗവത് കൊക്കിനെ പോലെ. അർത്ഥം, അതായത് സ്വന്തം കാര്യത്തിന് മൗനിയായി സാധിക്കുന്നു. ഇയാൾ കള്ളനാ പറയുക. ഇത് ഏകെ എന്ന് ചിലർ പറയുകയാണ്. അതായത് ഇയാൾ കാണുന്ന പോലെ നല്ല ശക്തിമാനാണ്, നല്ല പർവ്വതം പോലെ ധൈര്യമുള്ള ആളാണ്, നല്ല ഇച്ഛാശക്തിയുള്ള ആളാണ്. ഇയാൾ മിണ്ടാണ്ടിരിക്കുകയാണ് ഈ കൊക്കിനെയൊക്കെ പോലെ. എന്നിട്ട് മിണ്ടാണ്ടിരുന്ന് പെട്ടെന്ന് മത്സ്യം പിടിക്കുമല്ലോ, ഒരു സ്റ്റാച്ചു പോലെ ഇരുന്നിട്ട്. അതുപോലെ ഇയാളെ സ്വന്തം കാര്യം സാധിക്കാനായിട്ടാണ് അങ്ങനെ മൗനം പാലിച്ചു കൊണ്ടിരിക്കണത്. എന്നിട്ട് സ്വന്തം കാര്യം സാധിക്കും എന്നൊക്കെ ചിലരെ പരിഹസിച്ചു. ഏകേ ദുർവാതയന്തി, അങ്ങനെ അത്ര അപമാന അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ് അവനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അത്ര അതായത് ഇതൊക്കെ കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ, പണമില്ല, അങ്ങനെ ബന്ധുക്കളായിട്ട് ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചപ്പെട്ട കള്ളനാണ്, തെണ്ടി നിൽക്കുക പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ ഇവൻ ശരിക്കന്നെ നല്ല കള്ളനാണ്, നല്ല ബലിഷ്ഠനാണ്, നല്ല ബലമുള്ള ആളാണ്, പർവ്വതം പോലെ ധൈര്യമുള്ള ആളാണ്. ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് മൗനം പാലിച്ചിട്ട് നല്ല ദൃഢനിശ്ചയത്തോടു കൂടി ഒരു കൊക്കിനെ പോലെ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് നടക്കണം ഇയാള് എന്നൊക്കെ പറഞ്ഞു. ചിലർ ഈവൻ നോക്കൂ, അവനെ ചിലർ അപമാനവായു വിസർജനം ചെയ്തു. അതായത് അയാളുടെ മേലിക്ക് അയാൾ എന്ത് ചെയ്തു, ചില ആൾക്കാർ അത്ര വായു, നമ്മുടെ അധോവായു വിസർജനം നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പോണ ആ വായു, അധോവായു എന്ന് പറയാം, അല്ലെങ്കിൽ അപാനവായു എന്ന് പറയാം. വിസർജനം ചെയ്യുമ്പോൾ നമുക്ക് പോണ ആ ശബ്ദം കൊണ്ട് അവൻ്റെ മേലിക്ക് വെടിവെച്ചു എന്നർത്ഥം. വേണച്ചിട്ടേ നാറ്റുള്ള ശ്വാസം അവൻ്റെ മേലിക്ക് അത്രയ്ക്ക് അരുതാത്തൊക്കെ അവർ ചെയ്തു എന്ന്. അവനെ എത്രത്തോളം അപമാനിക്കാം. ഇതൊക്കെ ദുഷ്ടന്മാർ തിരിച്ചൊരു പ്രതികരണം ഇല്ലാത്തതുകൊണ്ടേ അവർക്ക് ഇങ്ങടെ എന്തെങ്കിലും ചെയ്യുമോ പേടിയില്ല. അപ്പോൾ ഓരോന്നാ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് അതിനെ അവമാനിച്ചു. അതായത് ഇവൻ ഒരു കൊക്കിനെ പോലെ മൗനിയായിട്ടിരുന്നിട്ട് കാര്യം സാധിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേലിക്ക് വെടിവെച്ചത് നാറ്റുള്ള ഇത് മേലിക്കാക്കി. അത്ര ആരെങ്കിലും ചെയ്യുമോ?
ദുഷ്ടന്മാരല്ലാണ്ട് അഹോയേഷ മഹാസാരോ, നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാത്ത അത്ര ദുഷ്ടത ഇവർ കാണിച്ചു. അഹോയേഷ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധയത്യർത്ഥം ഭഗവദ് ദൃഢനിശ്ചയഃ ഇത്യേകേ വിഹസന്ത്യേനമേകേ ദുർവാതയന്തി ച തം ബബന്ധുർനിരുരുധുർ യഥാ ക്രീഡനകം ദ്വിജം. അല്ല, അത് മാത്രമല്ല കേട്ടോ. എന്നിട്ട് ആ ബ്രാഹ്മണനെ ബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞുവല്ലോ നമ്മളതിൽ. അതും ജയിലിടുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നുണ്ട്. 41 ബബന്ധു എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് പിന്നെ അതായത് ബബന്ധുർ വിഹസന്ധ്യേനം ഏകേ ദുർവാതയന്തിച്ച, അതല്ലേ പറഞ്ഞ? അതെ അതെ, ദുർവാതം ചീത്ത ഇത് ആക്കിയെന്ന് പറഞ്ഞുവല്ലോ അല്ലേ. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ, ക്രീഡനകം ദ്വിജം യഥ, അതായത് തത്തമ്മ മുതലായ പക്ഷികളെ കൂട്ടിലടയ്ക്കണ പോലെ ആ ഒരു വരി ഞാൻ വിട്ടു. അവനെ ബന്ധു ബന്ധിച്ചു എന്ന്, എന്നിട്ടോ അകത്തടച്ചിട്ടു. അതും കൂടിയും പറയണം. അതാണ് അതിലെ പിന്നെ ബബന്ധുർ നിരുരുധുർ യഥാ ക്രീഡനകം ദ്വിജം. എന്ത് ചെയ്തു? വളർത്ത് പിന്നെ പക്ഷികളെ പോലെ, അതായത് ഇപ്പം നമ്മൾ ഈ ലവ് ബേർഡ്സിനെയൊക്കെ കേജിലിടില്ലേ, കൂട്ടിലിടില്ലേ, അതുപോലെ വളർത്ത് പക്ഷികളെ കൂട്ടിലിടുന്ന പോലെ ആ ഭിക്ഷുവിനെ ബന്ധിച്ചിട്ട് കെട്ടിയിട്ട് കൂട്ടിലിട്ടു എന്ന്, ജന്തുക്കളിടുന്ന പോലെ. അതാണ് കേട്ടോ 40 പറഞ്ഞത്. ഇനി 41, അത് ഞാൻ ആ വരി വിട്ടു ഞാൻ പറയാൻ. ഇനി 41 നോക്കട്ടെ. 41 അല്ലേ? അതെ അതെ, 41. ഏവം സ ഭൗതികം ദുഃഖം ദൈവികം ദൈഹികം ചയത് ഭോക്തവ്യമാത്മനോദിഷ്ടം പ്രാപ്തമബുദ്ധ്യത. അപ്പോൾ 41 എന്താ പറഞ്ഞത്? ഏവം, ഇങ്ങനെ ഭൗതികം, അതായത് വേറൊരാളിൽ നിന്ന് വരുന്ന ഉപദ്രവമാണല്ലോ ഭൗതിക ദുഃഖം. അതായത് ഈ ദുഷ്ടന്മാരേൽപ്പിച്ചപ്പെട്ട ദുഃഖം, അതാണ് ആധിഭൗതികം. ദൈവികം, അതോ കാലത്തിൻ്റെ ഗതി കൊണ്ട് വലിയ ധനവാനായിരുന്ന ആളൊക്കെ നഷ്ടപ്പെട്ട, അപ്പോൾ കാലം, അതാണ് ആധിദൈവികം, കാലഗതി കൊണ്ട് സംഭവിച്ചതും. ദൈഹികം ച, ദേഹത്തിനുണ്ടായിട്ടുള്ള പല വിഷമങ്ങളും, അത് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവില്ല, പിന്നെ കുറേ നേരം വേദനിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പ്രാപ്തം, അതായത് 3 തരം ദുഃഖം ഇപ്പോൾ ഈ ഭിക്ഷു അനുഭവിക്കുന്നുണ്ട്. ആധിഭൗതികവും ബാക്കിയുള്ളവർ അടിക്കണത്, അവനവൻ്റെ ഉള്ളിലത്തെയും, പിന്നെ ആധിദൈവികം കാലം കൊണ്ട് വന്ന ഈ ഒരു ദുസ്ഥിതിയും ഈ അവസ്ഥയും അതൊക്കെ സംഭവിച്ചതുമായ ദുഃഖം, ഏതൊരു ദുഃഖം ഉണ്ടോ ആത്മനഃ ദിഷ്ടം, തൻ്റെ പൂർവജന്മം കൊണ്ടുണ്ടായതാണെന്നും. അതാണ് അയാൾക്കിതൊക്കെ അനുഭവിക്കുമ്പോഴും ആരോടും ദേഷ്യമില്ല, ആര് കാരണമാണെന്ന് വിചാരമില്ല. എൻ്റെ പൂർവജന്മങ്ങളിലെ കർമ്മഫലം ഞാൻ അനുഭവിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. അതിലാണ് ഈശ്വരാനുഗ്രഹം. ഭോക്തവ്യം, അതെനിക്ക് അനുഭവിച്ച് തന്നെ തീരണം. ഭോക്തവ്യം വെച്ചാൽ ഞാൻ അനുഭവിക്കാൻ അർഹതയുള്ളതാണ്. അബുദ്ധ്യത എന്ന് അറിഞ്ഞു. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ഇദ്ദേഹത്തിൻ്റെ. എന്താണ് പറഞ്ഞതിൽ? അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ ആധിഭൗതികവും ആധിദൈവികവും ആധ്യാത്മികമായിട്ടുള്ള ദുഃഖങ്ങൾ എന്തൊക്കെ ഞാനിപ്പോൾ സഹിക്കണോ അതെല്ലാം എൻ്റെ പ്രാരബ്ധകർമ്മ ഫലം മാത്രമാണ്, അതിന് വേറൊരാളും ഉത്തരവാദിയല്ല എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ആരോടും ദേഷ്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നല്ല ശാന്തി. എനിക്കിത് അനുഭവിക്കേണ്ടത് എൻ്റെ കർമ്മഫലമാണ്, ഞാൻ അനുഭവിച്ച് തീർക്കട്ടെ, എനിക്കെന്നാൽ പിന്നെ അനുഭവിക്കണ്ടല്ലോ. അതന്നെയാണ് ഈശ്വര കൃപ എന്ന് നമ്മൾ പറയണത്. കാരണം എന്ത് വന്നാലും ഇതെൻ്റെ പ്രാരബ്ധകർമ്മമാണ്, ഞാൻ അനുഭവിക്കേണ്ടതാണ്, എന്നോട് ദൈവം കനിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നണത്, എനിക്ക് ആരോടും ദേഷ്യമില്ല, ആര് കാരണമല്ലാതെ എൻ്റെ ഓൺ കർമ്മഫലം ഞാൻ അനുഭവിക്കുകയാണെന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സ് കിട്ടിയാൽ അതല്ലേ ദൈവാനുഗ്രഹം. അതിപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായി. ഏവം സ ഭൗതികം ദുഃഖം ദൈവികം ദൈഹികം ചയത് ഭോക്തവ്യമാത്മനോദിഷ്ടം പ്രാപ്തമബുദ്ധ്യത. എന്തൊരു ഭാഗ്യം അല്ലേ അങ്ങനെ തോന്നാൻ. അതൊരു അത്ര ഇവർ ഉപദ്രവിച്ചുല്ലോ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, എന്താ എനിക്ക് ഇപ്പം ഉണ്ടാവുന്ന ആധിദൈവികവും ആധിഭൗതികവും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എനിക്ക്
എനിക്ക് ഈശ്വരൻ നിശ്ചയിച്ചതാണ്, അതായത് ഞാൻ പ്രാരബ്ധകർമ്മഫലം അനുഭവിക്കുകയാണ് എന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് യാതൊരു ദുഃഖവും ഇല്ലാതെ അത് സഹിച്ചു എന്ന്. അതാണ്. അതായത് എന്നാൽ പിന്നെ അദ്ദേഹം ഒന്നും പ്രതികരിക്കണേ ഇല്ല. പിന്നെ അവർക്ക് ചെയ്ത് മടുക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല അല്ലേ. അവർക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും കിട്ടില്ലേ. അപ്പോൾ വളരെ അദ്ദേഹത്തിന് അങ്ങനെയാണല്ലോ, നമുക്ക് എന്ത് വന്നാലും ഇതൊന്നും ആരുടെയും കുറ്റമല്ല, ഞാൻ അനുഭവിക്കാനുള്ളതാണ്, ഈശ്വരേച്ഛയാണത്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാം, ഈശ്വരേച്ഛയാണ് ഞാനിത് അനുഭവിക്കണമെന്ന്, എൻ്റെ ആത്മാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തരുന്ന അനുഭവങ്ങളാണെന്ന് വിചാരിച്ചാൽ പിന്നെ ശാന്തിയില്ലേ, പരമശാന്തിയില്ലേ. അതൊക്കെയാണ് ഇതിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അതായത് എന്ത് അനുഭവങ്ങൾ, പ്രതികൂലവും അനുകൂലവും എന്ത് അനുഭവങ്ങൾ വന്നാലും എല്ലാം ഈശ്വരേച്ഛയാണ്. അത് ഒരു പരാതിയില്ലാതെ നിങ്ങൾ സഹിക്കൂ പരമശാന്തിയോട് കൂടിയിട്ട്. കാരണം എല്ലാ അനുഭവങ്ങളും നമ്മളെ ഭഗവാനോട് അടുപ്പിക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ തരുന്ന അനുഭവങ്ങളാണെന്ന് സങ്കല്പിച്ച് നോക്കൂ, നിങ്ങൾക്കും പരമശാന്തി ഉണ്ടാവുമെന്ന് നമ്മളോട് പറയുകയാണ് അല്ലേ, ശരിക്കന്നെ. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ഈശ്വര കൃപ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറയുന്ന, എനിക്ക് കേൾക്കുന്ന എല്ലാവർക്കും പറയുന്ന എനിക്കും എല്ലാം ഈശ്വര കൃപ കൊണ്ട് ഭഗവാന്റെ ഇച്ഛ പരാതിയില്ലാതെ സ്വീകരിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.